നിങ്ങൾ ഐസ്ക്രീം എന്ന പേരിൽ കഴിക്കുന്നതും നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതും യഥാർത്ഥ ഐസ്ക്രീം തന്നെയാണോ അതോ ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമായേക്കാവുന്ന ഫ്രോസൺ ഡെസേർട്ട് ആണോ? ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ധാരാളം ബ്രാൻഡുകളിൽ ഐസ്ക്രീമുകൾ ലഭ്യമാണ്. നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം കഴിക്കുന്നതും യാത്രകളിൽ കാണുന്ന ഐസ്ക്രീം കൗണ്ടറുകളിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി നുണയുന്നതും ഇന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശീലമായിരിക്കുകയാണ്. വീടിന് പുറത്തിറങ്ങുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ പ്രധാനമായൊരു ആവശ്യം ഐസ്ക്രീം വാങ്ങിത്തരണം എന്നതായിരിക്കും. സന്തോഷത്തോടെ മുന്നിൽ കാണുന്ന കടകളിൽ നിന്ന് നാം അത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ഐസ്ക്രീം എന്ന പേരിൽ നമുക്ക് പലയിടത്തു നിന്നും ലഭിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്യന്തം ഹാനികരമാവുന്ന ഫ്രോസൺ ഡെസേർട്ടുകളാണെന്ന് നാം അറിയുന്നില്ല. ഇനി ഫ്രോസൺ ഡെസേർട്ട് എന്താണെന്ന് പറയാം. ഐസ്ക്രീം നിർമ്മിക്കുന്നത് പാൽ അല്ലെങ്കിൽ മിൽക്ക് ക്രീം എന്നിവയിൽ നിന്നാണ്. അതേസമയം ഫ്രോസൺ ഡെസേർട്ട് നിർമ്മിക്കുന്നത് സസ്യ എണ്ണകൾ, ധാന്യങ്ങളുടെ മാവുകൾ, പഞ്ചസാര, ഐസ്ക്രീമിൻ്റെ രുചി കിട്ടാനായിട്ടുള്ള കൃത്രിമ ചേരുവകൾ എന്നിവ കൊണ്ടാണ്. ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഫ്രോസൺ ഡെസേർട്ടിൽ പാം ഓയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇതിൽ ധാരാളമായി പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ഹൃദയത്തിൻ്റെ അവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ഇവയിലടങ്ങിയ മധുരത്തിനായി ചേർക്കുന്ന കൂട്ടുകൾ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും അവയിലെ LDL അഥവാ മോശം കൊളസ്ട്രോൾ കാരണം ധമനികൾ അടഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഫ്രോസൺ ഡെസേർട്ടിൽ ഒരിക്കലും യഥാർത്ഥ പാൽ ഉപയോഗിക്കുന്നില്ല. പകരം ചെറിയ തോതിൽ പാൽ പൊടികളും മറ്റു ഖരപദാർത്ഥങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ഫ്രോസൺ ഡെസേർട്ടുകളിൽ പഞ്ചസാരയുടെ സിന്തറ്റിക് ഉറവിടമായ ദ്രാവക ഗ്ലൂക്കോസ് അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഐസ്ക്രീമിൻ്റെ സ്വാദ് ലഭിക്കാനായി സിന്തറ്റിക് ഫ്ലേവറിങ്ങുകളും നിറങ്ങളും ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ വെജിറ്റബിൾ സോയ പ്രോട്ടീൻ, സ്റ്റെബിലൈസറുകൾ, എമൽസിഫയറുകൾ, ധാരാളം വെള്ളം എന്നിവയും ഫ്രോസൺ ഡെസേർട്ടുകളിൽ അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം ഐസ്ക്രീമിൽ 5.6% ഫാറ്റ് അടങ്ങുമ്പോൾ ഫ്രോസൺ ഡെസേർട്ടിൽ അത് 10.56%-ത്തോളമാണെന്ന് ഓർക്കണം. ഐസ്ക്രീം എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് കിട്ടുന്നവ ഐസ്ക്രീം തന്നെയാണോ അതോ ഫ്രോസൺ ഡെസേർട്ട് തന്നെയാണോ എന്ന് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശപ്രകാരം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കുന്നവയുടെ പാക്കിങ്ങിൽ ഫ്രോസൺ ഡെസേർട്ട് എന്ന് വ്യക്തമാക്കിയിരിക്കണം എന്നാണ്. പാലും പാലുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയവയിൽ മാത്രമേ ഐസ്ക്രീം എന്ന് രേഖപ്പെടുത്താൻ പാടുകയുള്ളൂ. അറിയപ്പെടുന്ന ചില ബ്രാൻഡുകൾ മാത്രമേ കേരളത്തിൽ ഐസ്ക്രീം വിൽപ്പന നടത്തുന്നുള്ളൂ. കൂടുതലും പ്രാദേശികമായി നിർമ്മിക്കുന്ന ഫ്രോസൺ ഡെസേർട്ടുകളാണ്. ഇത്തരത്തിലുള്ളവയുടെ ഉപയോഗം മൂലമുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കി ഇനി നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതും യഥാർത്ഥ ഐസ്ക്രീം തന്നെയാവട്ടെ.